മക്ക മുസ്ലിക്കുകൾ പ്രവാചകൻ പരിചയപ്പെടുത്തി അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു അവർ അപ്പോൾ പിന്തിരിഞ്ഞു കളഞ്ഞു എന്ന്. അവർ ചോദിച്ചു, ഞങ്ങളുടെ എല്ലാ ദൈവങ്ങളെയും കൂടി നീ ഒറ്റ ദൈവമാക്കുകയാണോ എന്ന്. ഈ വരികളിൽ പറയുന്നു, അവർ നിങ്ങൾ പറയുന്നു അവർ അള്ളാഹു വിശ്വസിച്ചിരുന്നുവെന്ന്. ഇത് വൈരുദ്ധ്യമല്ലേ? അല്ല. അള്ളാഹുവിനെ മക്കത്തെ മുസ്ലിം വിശ്വാസമുണ്ട്. വിശ്വാസം ഉണ്ടെങ്കിലേ ശിർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹുവിൽ പങ്കു ചേർക്കുക, അതാണ് മുശ്രിക്ക്. പങ്കു ചേർക്കണമെങ്കിൽ ആദ്യം അള്ളാഹ് ഉണ്ട് വിശ്വസിക്കണ്ടേ. അള്ളാഹു ഇല്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളെ എങ്ങനെ ശിർക്ക് ചെയ്യാം? റബ്ബിൽ പങ്കു ചേർത്തു, അതോടാ മുശ്രിക്കിനായത്. അവർക്ക് വേറെ അള്ളാഹിനാണ് വിശ്വാസമെങ്കിൽ അത് നമ്മളായിട്ട് ഇടക്കാലത്ത് മുസ്ലിയാക്കന്മാർ ഉണ്ടാക്കിയൊരു വിശ്വാസമാണ്. അത് വേറെ അള്ളയാണ്, ഈ അല്ലാന്ന്. ഇപ്പൊ വേറെ അള്ളാഹിനെ ഒരു വിശ്വസിച്ചു, ആ അള്ളാഹ്ക്ക് പങ്കുകാരുണ്ടെന്നും വിശ്വസിച്ചു. അതിനിപ്പോൾ എന്താ നമ്മൾ ഒരാക്ഷേപിക്കാൻ പോണത്? അവർക്ക് വേറെ അള്ളാഹ്, ആ അള്ളാഹ്ക്ക് പങ്കുകാരുണ്ട് എന്ന് വിശ്വസിക്കുക. എന്തെങ്കിലും വിശ്വസിച്ചോട്ടെ, ഇല്ലാത്ത അള്ളല്ലേ. നബി ഞങ്ങളെ വാപ്പാന്റെ പേരെന്താ? അബ്ദുള്ള, അള്ളാഹിന്റെ അടിമ. ആ പേര് നബിയുടെ പേരാണോ? അല്ല. നബിയുടെ വല്യപ്പ അബ്ദുൽ മുത്തലിബിട്ട പേരായിരിക്കണമല്ലോ. അപ്പൊ അത് അള്ളാഹിന്റെ അടിമ പേരിടെ അന്നുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ നബി ഞങ്ങൾക്ക് ആദ്യമായി വഹയി കിട്ടി പേടിച്ച് പനിച്ചു വന്നപ്പോ സമാധാനിപ്പിച്ചെന്താ? വല്ലാഹി ലൻ യുഖ്സീക അല്ലാഹു അബദ. അള്ളയാണ് സത്യം, അല്ല ഞങ്ങളെ കൈയൊഴിയൂല. ഓക്കെ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഷിർക്ക്, തൗഹീദ്, ബിദ്അത്ത്, ഇത്തരം ചില വാക്കുകൾ കൊണ്ട് നമ്മളൊക്കെ പല വീഡിയോകളിലൂടെ ഷിർക്ക് എന്നുള്ള വിഷയം പ്രതിപാദിക്കുന്നതാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഷിർക്കിൽ നിന്ന് വിട്ടുനിൽക്കുക. കാര്യം, ഷിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ലൊലാലത്താണ്. ഇന്ന ഷിർക്കല്ല ലൊലുമുൻ അലീം എന്നുള്ളതാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് തന്നെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഫൈസൽ മൗലവി പ്രതിപാദിച്ച ഈ വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുവാനുണ്ട്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ തന്നെയാണ് മുശ്രിക്കുകളാവുകയുള്ളൂ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ച് വരുന്നതും. എന്നാൽ അള്ളാഹുവെ വിശ്വസിക്കുകയും പിന്നീട് അവനിൽ പങ്കുകാരെ ഉണ്ടാക്കുകയും ചെയ്യുക, അത് ഉലൂഹിയത്തിലെ ഷിർക്കേ ആകുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം അവിടെ പഠിപ്പിക്കപ്പെടുന്നില്ല. കാര്യം, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, പക്ഷെ ആ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചില്ല. ഇപ്പോ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ലോകത്തെവിടെയോ ആവട്ടെ, അള്ളാഹുവിൽ വിശ്വസിച്ചവർക്ക് മാത്രമേ ഷിർക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് അത് തെറ്റായൊരു ധാരണയല്ലേ? അല്ലാതെ വരുമ്പോൾ മുസ്ലിങ്ങളിൽ മാത്രമാണ് മുശ്രിക്കുകൾ ഉള്ളത് എന്ന് പറയേണ്ടി വരില്ലേ? ഇത് ഉലൂഹിയത്തിലെ ഷിർക്ക് മാത്രമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുക, ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിക്കുകയും പിന്നീട് അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും, ഇപ്പോ ജാറത്തിലുള്ളവരും മുദബ്ബിറുൽ അംറായിട്ടും കുതുബുൽ ആലമായിട്ടും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ കാര്യങ്ങൾ അറിയുകയും നമ്മൾ ചോദിക്കുന്നത് കേൾക്കുകയും ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ഷിർക്ക് തന്നെയാണ്. അത് ഉലൂഹിയത്തിൽ ഉള്ള ഷിർക്കാണ്. ഈ പറയപ്പെട്ട കുത്തുബുൽ ആലമോ അല്ലെങ്കിൽ മുദബ്ബിറുൽ ആലമോ അല്ലെങ്കിൽ ഗൗസുൽ ആലമോ ഒന്നുമല്ല ഈ ലോകം സൃഷ്ടിച്ചത്, ഈ ലോകത്ത് മഴ വർഷിപ്പിക്കുന്നത്, ഈ ലോകത്ത് മറ്റുള്ള കാര്യങ്ങളൊന്നും സംവിധാനിച്ചത് എന്ന് അവർ വിശ്വസിക്കുന്നില്ല. എന്നാൽ അവർ അള്ളാഹുവോട് ചോദിക്കേണ്ടത് അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോ ഉലൂഹിയത്തിലെ ഷിർക്കേ അവിടെ സംഭവിക്കുന്നുള്ളൂ, അത് ഷിർക്കല്ല എന്നുള്ളതല്ല. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരും ഷിർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോ വിഗ്രഹാരാധകരായിട്ടുള്ള മറ്റു ആളുകള്, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല. അവര് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല, അവര് അള്ളാഹുവിനെ പഠിച്ചിട്ടില്ല. എന്നാൽ അവര് ചെയ്യുന്നത് ഷിർക്കല്ലാതെ ആവുമോ? ആവില്ല. അത് റുബൂബിയത്തിലെ ഷിർക്കാണ്. റുബൂബിയത്തിലെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഈ ലോകം സൃഷ്ടിച്ചത് ഹിരണ്യഗർഭസ്ഥനായ ഒരു ദൈവമാണ്. ആ ദൈവത്തിന് കുറെ പ്രതിപുരുഷന്മാരുണ്ട്, അവർക്ക് കുറെ അവതാരങ്ങളുണ്ട്, അവരാണ് ഈ ലോകത്ത് പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവർ ചെയ്യുന്നതും ഷിർക്ക് തന്നെയാണ്. എന്നാൽ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടില്ല, മുഹമ്മദ് റസൂലുള്ള സാക്ഷ്യം വഹിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവർ ഷിർക്ക് ചെയ്യുന്നത്? അവർ ഷിർക്ക് ചെയ്യുന്നത് അലസ്തു ബി റബ്ബിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത്
ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ ഇനി ജനിക്കാനുള്ള മുഴുവൻ മനുഷ്യരുടെയും റൂഹുകൾ ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് അലസ്തു ബി റബ്ബിക്കും എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ കാലു വലാ വശഹിദ്ന എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് പറഞ്ഞപ്പോ തീർച്ചയായിട്ടും ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ പറയുന്നു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പറയപ്പെട്ട റൂഹുകൾ ഇവിടെ മനുഷ്യരൂപത്തിൽ ജനിച്ചു വീണിട്ട് അതിനുശേഷം അവർക്ക് അള്ളാഹുവെ അറിയില്ല, പക്ഷെ അവർ ഒരു ദൈവത്തെ ആരാധിക്കുന്നു എങ്കിൽ അവർ ഷിർക്കാണ് ചെയ്യുന്നത്. അത് ഫിത്രത്തിലുള്ള ഷിർക്കാണ്, ആ ഫിത്രത്തിലുള്ള തൗഹീദിന് എതിരാണ് എന്നുള്ളതാണ്. അപ്പോ അള്ളാഹുവിനെ അറിയാത്തവർക്ക് അവർക്ക് ഷിർക്കില്ല എന്നുള്ള ആ ഒരു ധാരണ തെറ്റാണ്. ഇപ്പോ ഒരു കുടുംബം അവരിങ്ങനെ ജീവിച്ചു പോവുകയാണ്, അതിലൊരു കുട്ടി പിറന്നു വീഴുകയാണ്. ആ പിറന്നു വീഴുന്ന കുട്ടി അവന് ഒരു ദൈവത്തിലും വിശ്വാസമില്ല, അവനൊരു ദൈവത്തിനും ആരാധനകൾ അർപ്പിച്ചില്ലെങ്കിൽ, അവന് ഫിത്രത്തിലെ ശിർക്കും ചെയ്തില്ല, അവൻ ജീവിതത്തിൽ ഉലൂഹിയത്തിലെ ശിർക്കും ചെയ്തില്ല എങ്കിൽ അവനൊരു പക്ഷേ സ്വർഗമോ നരകമോ അല്ലാത്തൊരു ഭാഗത്തായിരിക്കും എത്തുക. എന്നാൽ ഒരു മനുഷ്യൻ ജനിച്ചു വീഴുകയും അവന് ഫിത്രത്തില് അവനൊരു ദൈവമുണ്ട്, അവനൊരു റബ്ബുണ്ട്, ആ റബ്ബിനെയാണ് അവൻ ആരാധിക്കേണ്ടത്. ആ റബ്ബിനെ അവൻ ആരാധിക്കുമ്പോഴാണ് അവന്റെ റബ്ബ് അവന്റെ ഇലാഹാകുന്നത്. ഇത് കുറച്ചൊക്കെ ബുദ്ധിയോടെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിനെ അറിയാത്ത ഒരാള് ഖുർആൻ കണ്ടിട്ടില്ല, അതിന് പറയാറുള്ളത് എല്ലാ വിഭാഗങ്ങളിലേക്കും പ്രവാചകന്മാരെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ജീവിക്കുന്നത് മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് നിന്ന് കുറച്ചുകൂടി മേലോട്ട് പോയി കഴിഞ്ഞാൽ അട്ടപ്പാടി മലയിൽ നിന്ന് നമ്മൾ കാട്ടിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പാടി, അതുപോലെ ഗുഹകളിലൊക്കെ ജീവിക്കുന്ന ആദിവാസി സമൂഹം ഇന്നുണ്ട്. ആരെ അവിടെ പോയിട്ട് ഖുർആൻ ഓതി കൊടുത്ത്, ആരെ അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത്, ആരെ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്? ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതില് നാം തെറ്റുകാരാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരൊരു കല്ലിനെയോ അല്ലെങ്കിൽ മരത്തെയോ മരക്കുറ്റിയെയോ അല്ലെങ്കിൽ മറ്റെന്തിനെയെങ്കിലും ആരാധിച്ചുകൊണ്ട് അവരുടെ തേവനാക്കിക്കൊണ്ട് ദൈവമാക്കിക്കൊണ്ട് അവര് അതിന് ആരാധനകൾ അർപ്പിക്കുന്നുണ്ട്. അവിടെ ഫിത്രത്തിൽ സംഭവിക്കുന്ന ഷിർക്കും സംഭവിച്ചു, ഉലൂഹിയത്തിലെ ഷിർക്കും സംഭവിച്ചു. എന്നാൽ അവർക്ക് അള്ളാഹുവിനെ ആരും പരിചയപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരതിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. ഒരു പക്ഷേ അവിടെ അവർക്കൊരു ദൈവത്തെ അറിയില്ല, അവർക്കൊരു ദൈവ വിശ്വാസമില്ല, അവർ ദൈവത്തെ ആരാധിക്കുന്നില്ല എങ്കിൽ അവർ നരകത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും ഇടയിലേക്ക് എത്തിപ്പെട്ടേക്കാം. ഇത് പരിശുദ്ധ ഖുർആനിൽ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യവുമാണ്. അള്ളാഹുവിനെ അറിയുന്നവർക്ക് മാത്രമേ ശിർക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയാവില്ല. കാര്യം അപ്പൊ മുസ്ലിങ്ങളിൽ മാത്രമേ മുശ്രിക്കീങ്ങൾ ഉണ്ടാവൂ എന്ന ഒരു അവസ്ഥ വന്നു പോകും. മക്ക മുശ്രിക്കുകളുടെ കാര്യം, അവർക്ക് അള്ളാഹുവിനെ അറിയായിരുന്നു, അവർ അള്ളാഹുവിനെ മാത്രമാക്കിയില്ല എന്നുള്ളത് അവരുടെ തെറ്റാണ്. അവർ ശിർക്ക് ചെയ്തവരായി, അവർ മുശ്രിക്കീങ്ങളായി എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടേക്ക് വന്നുകൊണ്ട് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അവർക്ക് അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടവൻ, അള്ളാഹു മാത്രമാണ് നമ്മുടെ റബ്ബ്, ആ റബ്ബിനെയാണ് നമ്മൾ ഇലാഹാക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അല്ലാത്ത ആളുകൾ മുശ്രിക്കീങ്ങളായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മുശ്രിക്ക് എന്നതൊരു മതമല്ല, എല്ലാ മതത്തിലും മുശ്രിക്കീങ്ങൾ ഉണ്ട്. അപ്പോ ഉലൂഹിയത്തിലെ ഷിർക്കാണ് അള്ളാഹുവിൽ വിശ്വസിച്ചവർ ചെയ്യുന്നത്. അല്ലാത്തവർ ഇവിടെ വന്നുകൊണ്ട് ഒരു ദൈവത്തെ വിശ്വസിക്കുകയും ആ ദൈവത്തിന് ആരാധനകൾ അർപ്പിക്കുകയും ആ ദൈവമാണ് ഈ ഭൂമിയെല്ലാം സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോ അത് റബ്ബാണ്, ആ റബ്ബാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് മറ്റു ആരാധ്യന്മാരിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന പോലെ തന്നെ അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തിയെ മനസ്സിലാക്കാതെ ഈ ലോകമൊക്കെ സൃഷ്ടിച്ചത് ഒരു ദൈവമാണ്, എന്നാൽ ആ ദൈവത്തിന് പല പ്രതിപുരുഷന്മാരും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല ദേവന്മാരെയും പല ദേവിമാരെയും പല ജിന്നുകളെയും പല മറ്റുള്ള കാര്യങ്ങളെയും ഒക്കെ വിശ്വസിക്കുകയും ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ അതും ഷിർക്ക് തന്നെയാണ്. ഇവിടെ ഫൈസൽ മൗലവി പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങളിൽ അള്ളാഹുവിനെ വിശ്വസിച്ചവർക്ക് മാത്രമേ ഷിർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളിലെ മുശ്രിക്കുകളായ ആളുകളെ മാത്രം തൗഹീദ് പഠിപ്പിക്കുവാൻ ഇറങ്ങിയ ചില ആളുകള് അവര് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്ത് മാത്രം ചെയ്തുകൊണ്ട് പോകുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് മുശ്രിക്കീങ്ങൾ ഉണ്ടായിരുന്നു. അവരിൽ അള്ളാഹുവിനെ അറിയാത്ത മുശ്രിക്കീങ്ങളും ഉണ്ടായിരുന്നു.
അപ്പൊ ആ ഒരു റേഞ്ചിലേക്ക് കൂടി കാര്യങ്ങൾ നടക്കട്ടെ, എളുപ്പമാകട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാവാത്തവര് പെട്ടെന്ന് കമന്റുകൾ ചെയ്തുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങൾ എഴുതാതിരിക്കുക, ഒന്നുകൂടി ചിന്തിക്കുക. അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് തന്നെ അള്ളാഹുവിൽ പങ്കുകാരനെ ഉണ്ടാക്കുന്ന ആളുകൾ മാത്രമല്ല മുശ്രിക്കീങ്ങൾ, അള്ളാഹു എന്ന് പറയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ അറിയാത്തവരും മറ്റൊരു ദൈവത്തെ, മറ്റൊരു ദേവിയെ, മറ്റൊരു ദേവനെ, ജിന്നിനെ, ബീവിയെ, ഉമ്മയെ ഒക്കെ അവർക്ക് അള്ളാഹുവിനെ അറിയില്ല. ആ അള്ളാഹു ആണ് ഈ ലോകം സൃഷ്ടിച്ചത് എന്നറിയില്ല. പക്ഷെ അവർ പറയുന്നു അവരുടെ ഒരു ദേവനായ, ദേവിയായ, ദൈവമായ ഒരു സംഭവമാണ് ഇതൊക്കെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പലതിനെയും ആരാധിക്കുമ്പോൾ അത് ചെയ്യുന്നതും ഷിർക്ക് തന്നെയാണ്. അതെങ്ങനെയാണ് ഷിർക്കായത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫിത്രത്തിൽ ഉള്ള ഒരു തൗഹീദ് ഉണ്ട്. നമ്മള് റുബൂബിയത്തിൽ ചെയ്ത ഷഹാദത്തുണ്ട്. ആ ഷഹാദത്ത് അത് മലീമസമാക്കിക്കൊണ്ട് പിന്നീട് ഉലൂഹിയത്തിലും ഷഹാദത്ത് മലീമസമാക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹുവിനെ പരിചയമില്ലാത്തവർക്കും ഷിർക്ക് ചെയ്യാം. എന്നാൽ അള്ളാഹുവിനെയും അറിയില്ല, ഒന്നിനെയും അറിയാതെ, ആരെയും ആരാധിക്കാതെ പോകുന്ന ഒരു വിഭാഗവുമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ അറിയുന്നവർ ചെയ്യുന്ന ഷിർക്ക് ഉലൂഹിയത്തിലെ ഷിർക്കാണ്. അവർ റുബൂബിയത്തിൽ ഷിർക്ക് ചെയ്യാറില്ല. മക്ക മുശ്രിക്കുകളും റുബൂബിയത്തിൽ ഷിർക്ക് ചെയ്തിട്ടില്ല. ആരാണ് മഴ വർഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അള്ളാഹു ആണെന്ന് പറയും. ആരാണ് ഭക്ഷണം നൽകുന്നത് എന്ന് ചോദിക്കുമ്പോ അള്ളാഹു ആണെന്ന് പറയും. ആരാണ് അവരെ നിയന്ത്രിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ മുദബ്ബിറുൽ ആലമല്ല, കുത്തുബുൽ ആലമല്ല, ഗൗസുൽ ആലമല്ല, അത് അള്ളാഹു ആണ് എന്ന് അവർ പറഞ്ഞിരുന്നു. അവർ റുബൂബിയത്തിൽ ഷിർക്ക് ചെയ്തിരുന്നില്ല, എന്നാൽ അവരും ഉലൂഹിയത്തില് ഷിർക്ക് ചെയ്തിരുന്നു. ഇവിടെയും സംഭവിക്കുന്നത് മറ്റൊന്നല്ല, ഞങ്ങൾ അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നുണ്ട്, ആ റബ്ബിനെ അള്ളാഹു ആയിട്ടും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കാര്യങ്ങൾ പറയുവാൻ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയുവാൻ, ഞങ്ങളുടെ പരിവേദനങ്ങൾ പറയുവാൻ, അത് പറഞ്ഞുകൊണ്ട് അത് അള്ളാഹുവിൽ നിന്ന് നേടിത്തരുവാൻ ഞങ്ങൾ മറ്റു പലരെയും സഹായ തേട്ടത്തിനായിട്ട് ഞങ്ങൾ സഹായം തേടാറുമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മറ്റു ഷിർക്ക് ചെയ്യുന്ന ആളുകൾ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. മുസ്ലിങ്ങളിൽ അള്ളാഹുവിനെ വിശ്വസിച്ചവരിൽ മാത്രമല്ല അല്ലാത്തവരിലും മുശ്രിക്കീങ്ങൾ ഉണ്ട്, മൗലവി എന്നാണ് പറയുവാനുള്ളത്.